സ്ലീഹ പകർന്ന പ്രകാശത്തിന്റെ മാർഗം സ്വീകരിച്ചവർ വിശ്വാസത്തിൽ ക്രൈസ്തവവും സംസ്കാരത്തിൽ ഭാരതീയവും ആരാധനാക്രമത്തിൽ പൗരസ്ത്യവുമായി വളർന്നു. യേശുവിന്റെ അനുഗാമികൾ എന്ന അർത്ഥത്തിൽ മാർത്തോമാ നസ്രാണികൾ എന്നവർ വിളിക്കപ്പെട്ടു. നാലാം നൂറ്റാണ്ടിലെ ക്നായിത്തൊമ്മന്റെ വരവ് ഇവിടത്തെ ക്രിസ്ത്യാനികളിൽ ഉണർവുണ്ടാക്കി. 4 മുതൽ 16 നൂറ്റാണ്ട് വരെയുള്ള ക്രിസ്ത്യാനികൾ പൗരസ്ത്യ സഭയുടെ, പേർഷ്യൻ സഭയുടെ ഭരണത്തിന് കീഴിലായിരുന്നു. സഭയുടെ ആധ്യാത്മിക കാര്യങ്ങൾ നോക്കിയിരുന്നത് പേർഷ്യയിൽ നിന്നുള്ള മെത്രാന്മാരായിരുന്നു. അനുദിന കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ജാതിക്ക് കർത്തവ്യൻ അഥവാ അർക്കദിയാക്കോനായിരുന്നു. അദ്ദേഹം അവിവാഹിതനായ ഒരു നാട്ടുവൈദികനായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ പോർച്ചുഗീസ് മിഷണറിമാർക്ക് മാർത്തോമാ നസ്രാണികൾ തുടർന്നു വന്നിരുന്ന പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമവും ആചാരങ്ങളും വിശ്വാസപ്രഹസനമായാണ് അനുഭവപ്പെട്ടത്. 1599 ജൂൺ 20 മുതൽ 26 വരെ നടത്തപ്പെട്ട ഉദയംപേരൂർ സൂനഹദോസിൽ മാർത്തോമാ നസ്രാണികളുടെ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമത്തിലെ പല ഘടകങ്ങളും നഷ്ടമാവുകയും ആരാധനാക്രമം പൊതുവെ ലത്തീൻവൽക്കരിക്കപ്പെടുകയും ചെയ്തു. ജനുവരി 3-ാം തീയതി മട്ടാഞ്ചേരിയിലെ ദേവാലയത്തിൽ വെച്ച് തങ്ങൾ ലത്തീൻ മെത്രാന്മാരെ അംഗീകരിക്കില്ലെന്ന് മാർത്തോമാ ക്രിസ്ത്യാനികൾ സത്യം ചെയ്തു. ഈ സംഭവമാണ് കൂനൻ കുരിശ് സത്യം എന്ന് പിന്നീട് അറിയപ്പെട്ടത്. ഇത് അതുവരെ ഒറ്റക്കെട്ടായി നിന്ന മാർത്തോമാ ക്രിസ്ത്യാനികളിൽ വിള്ളലുണ്ടാക്കി. ഇതേ തുടർന്ന് കുറെ പേർ തങ്ങളുടെ നിലപാടിൽ ഉറച്ച് പോർച്ചുഗീസുകാരെയും ലത്തീൻ ആധിപത്യത്തെയും പൂർണ്ണമായും എതിർക്കുകയും കാലക്രമത്തിൽ അന്ത്യോക്യായിൽ നിന്നുള്ള മെത്രാന്മാരെ സ്വീകരിക്കുകയും ചെയ്തു. മറ്റുള്ളവർ മാർപ്പാപ്പയുടെ കീഴിൽ ലത്തീൻ സഭയെ അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ തദ്ദേശീയ സംസ്കാരത്തെ മുറുകെ പിടിക്കുകയും ചെയ്തു. ലത്തീൻ ഭരണ സംവിധാനത്തിലായവർ ക്രമേണ ഒരു സമൂഹമായി മാറുകയും 1887 സീറോ മലബാർ സഭ എന്നറിയപ്പെടുകയും ചെയ്തു. സീറോ മലബാർ എന്ന നാമത്തിൽ സീറോ അഥവാ സിറിയൻ എന്ന വാക്ക് അതിപുരാതന സുറിയാനി സഭാ പാരമ്പര്യത്തെയും മലബാർ എന്നത് കേരളത്തിന്റെ പുരാതന നാമത്തെയും സൂചിപ്പിക്കുന്നു. 1923 ഹൈരാർക്കി സ്ഥാപിതമായി. 1992 ഡിസംബർ 16 എറണാകുളം അങ്കമാലി ആസ്ഥാനമാക്കി സീറോ മലബാർ സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉയർത്തി. മാർ ആന്റണി പടിയറ സഭയുടെ ആദ്യ മേജർ ആർച്ച് ബിഷപ്പായി നിയമിതനാവുകയും ചെയ്തു. ഇരുപത്തിമൂന്ന് ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ കത്തോലിക്ക സഭയിൽ ലത്തീൻ സഭയും 22 പൗരസ്ത്യ സഭകളും ഉള്ളതിൽ രണ്ടാമത്തെ വലിയ പൗരസ്ത്യ സഭയാണ് സീറോ മലബാർ സഭ. മാർത്തോമാ ക്രിസ്ത്യാനികൾ ഇപ്പോൾ പല സഭകളിലായിട്ട് വേർതിരിഞ്ഞു നിൽക്കുന്നുവെന്ന് വരികിലും ഈ സഭകൾക്കെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും സംസ്കാരത്തിൻ്റേതുമായ കണ്ണികളുണ്ട്. ഈ സഭകളിൽ എണ്ണം കൊണ്ടും മറ്റു പലവിധത്തിലുള്ള വിശ്വാസ സാക്ഷ്യങ്ങൾ കൊണ്ടും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന സഭയാണ് സീറോ മലബാർ കത്തോലിക്ക സഭ. ഈ സഭയുടെ പാരമ്പര്യം ആദ്യ നൂറ്റാണ്ട് മുതലുള്ളതായതിനാൽ ഇതിൻ്റെ പ്രവർത്തന ശേഷിയും അതുപോലെ തന്നെ ക്രൈസ്തവ സാക്ഷ്യവും അതുപോലെ തന്നെ ശക്തമാണെന്ന് പറയുവാൻ സാധിക്കും.